പാലക്കാട് വടക്കഞ്ചേരിയിൽ യുവതി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ഭർത്താവ് റിമാൻഡിൽ. മരിച്ച നേഖയുടെ ഭർത്താവ് ആലത്തൂർ തോണിപ്പാടം സ്വദേശി പ്രദീപിനെയാണ് ആലത്തൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പ്രദീപിനെതിരെ കഴിഞ്ഞ ദിവസം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു. ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. അജിത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിനിൽ, കുടുംബം നേഖയുടെ മരണത്തിന് പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ചും നേഖയെ നിരന്തരം മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും മർദ്ദിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പോലീസ് പ്രാഥമികമായി ഇത്തരത്തിൽ പ്രദീപിനെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ കോടതി നടപടികൾ പൂർത്തീകരിച്ച് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ ആലത്തൂർ കോടതിയാണ് ഇത്തരത്തിൽ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ചുമത്തിയത് പ്രധാനമായും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന ഉൾപ്പെടെയുള്ള ഈ പരിശോധനയ്ക്ക് ശേഷം അന്വേഷണത്തിന്റെ വഴിയിലായിരിക്കും പോലീസ് അക്കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. നിലവിലേതാണെങ്കിലും ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ആലത്തൂർ ഡിവൈഎസ്പിക്കാണ് ചുമതലയുള്ളത്. എൻ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മാത്രമല്ല, ജില്ലാ പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളും ഇന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നേഖയുടെയും അമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴിയും ഇന്ന് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അജിത് ബാബു.